കഴിഞ്ഞ 1.5 മാസക്കാലമായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ചൂടിലായിരുന്നു. ഞങ്ങളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും തെരഞ്ഞെടുപ്പ് വാർത്തകൾ നൽകിയിരുന്നു. കഴിഞ്ഞ 6 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായ വിശകലനം ഞങ്ങളുടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് എന്ന ചാനലിൽ നൽകിയിരുന്നു. ഇന്നിപ്പോൾ 7ാം ഘട്ടമാണ്. ഈ 7ാം ഘട്ടത്തിൽ ഞങ്ങൾ ശേഖരിച്ച ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുകയാണ്. ഞങ്ങൾ ഒരു വലിയ ഏജൻസിയെ ഏൽപ്പിച്ച് സർവേ നടത്തുന്നതല്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന 162 ചാനൽ ശൃംഖലയുടെ ഭാഗമായിട്ടാണ് ന്യൂസ് ഇന്ത്യ മലയാളം പ്രവർത്തിക്കുന്നത്. ആ ചാനൽ, അത് എല്ലാം ഓൺലൈൻ ചാനലുകൾ തന്നെയാണ്. ആ ചാനലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡേറ്റകൾ, ഒപ്പം തന്നെ വിവിധ ഏജൻസികൾക്ക് ഒപ്പം പ്രവർത്തിച്ച സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച ഡേറ്റകൾ, ഒപ്പം ഞങ്ങളുടെ വിശകലനങ്ങൾ അടക്കം ഞങ്ങൾ നൽകുന്ന ഒരു എക്സിറ്റ് പോളാണ്. ഈ ഏജൻസികൾ നടത്തുന്ന എക്സിറ്റ് പോളുകളിൽ പോലും 5 തൊട്ട് 7% വരെ വ്യതിയാനങ്ങൾ വരും എന്ന് തന്നെ പറയുന്നു. ഏതായാലും ഞങ്ങൾ ഇത്തരത്തിൽ കളക്ട് ചെയ്ത ഡേറ്റയാണ്, അത് വെച്ചിട്ടുള്ള ഒരു എക്സിറ്റ് പോളാണ്. ഏതായാലും ആദ്യം തന്നെ ആ എക്സിറ്റ് പോളിലേക്ക് തന്നെ പോകുന്നു. BJPക്ക് സീറ്റ് കുറയുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. BJPക്ക് സീറ്റ് കുറയുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, ഹരിയാന, കർണാടക. ഇവിടെയാണ് BJPക്ക് സീറ്റുകൾ കുറയുന്ന സംസ്ഥാനങ്ങൾ. BJPക്ക് അപ്രതീക്ഷിത നേട്ടം സമ്മാനിക്കുന്ന സംസ്ഥാനങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ഒഡീഷ ഒരു വലിയ അപ്രതീക്ഷിത ലോട്ടറിയായി മാറുന്ന സംസ്ഥാനങ്ങളാണ്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം. അതായത് പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന നേട്ടം, അതാണ് അപ്രതീക്ഷിത നേട്ടം എന്ന് നമ്മൾ പറയുന്നത്. ഏതായാലും 5 സംസ്ഥാനങ്ങളിൽ BJPക്ക് സീറ്റ് കുറയുന്നു. 5 സംസ്ഥാനങ്ങളിൽ BJPയുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് അപ്രതീക്ഷിതമായ നേട്ടം BJPക്ക് സമ്മാനിക്കുന്ന 5 സംസ്ഥാനങ്ങൾ. ഇനി നില മെച്ചപ്പെടുത്തുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഉത്തർപ്രദേശ്, ആസാം, തെലുങ്കാന. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ BJPക്ക് 62 സീറ്റായിരുന്നു. ആ നില വലിയ രീതിയിൽ തന്നെ വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ആസാമിൽ ഒരു വലിയ മുന്നേറ്റം BJPക്കുണ്ട്. ആസാമിൽ മാത്രമല്ല, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു വലിയ തേരോട്ടം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJP നടത്തുമെന്നാണ് ഞങ്ങളുടെ ഒരു എക്സിറ്റ് പോളിൽ പറയുന്നത്. അത് വിശദമായി തന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. തെലുങ്കാനയിലും BJP നേട്ടം ഉണ്ടാക്കും. ഇനി BJP എല്ലാ സീറ്റിലും ജയിക്കുന്ന, തൂത്തുവാരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഗുജറാത്ത്. 26 സീറ്റാണ് ഗുജറാത്തിലുള്ളത്. അതിലൊരു സീറ്റ് എതിരില്ലാതെ BJP തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഗുജറാത്തിലെ 26-ൽ 26 BJP, ദില്ലിയിലെ 7-7 BJP, ഹിമാചൽ പ്രദേശിലെ 4-4 BJP, അരുണാചൽ പ്രദേശിലെ 2 സീറ്റുകളാണ് 2-2 BJP, ത്രിപുരയിലെ 2-2 BJP, ഉത്തരാഖണ്ഡിൽ 5 സീറ്റുകളാണല്ലോ 5 BJP. അതായത് മുഴുവൻ സീറ്റുകളും തൂത്തുവാരുന്ന സംസ്ഥാനങ്ങളാണ് ഇവിടെ ഇത്രയും സംസ്ഥാനത്തുകൂടി 46 സീറ്റുണ്ട്. ഈ 46 സീറ്റും BJPയുടെ കൊത്തളങ്ങൾ എന്ന് നമുക്ക് ഈ സംസ്ഥാനത്തെ പറയാൻ. ഗുജറാത്ത്, ദില്ലി, ഹിമാചൽ പ്രദേശ്, അരുണാചൽ, ത്രിപുര, ഉത്തരാഖണ്ഡ്. ഇനി നമുക്ക് ഓരോ സംസ്ഥാനത്തെയും BJPയുടെയും NDAയുടെയും കുറഞ്ഞ സീറ്റുകളും അവർക്ക് ലഭിക്കാവുന്ന മാക്സിമം സീറ്റുകളും എത്രയെന്ന് നോക്കാം. ജമ്മു കാശ്മീരിൽ BJP 2, അവരുടെ സഖ്യകക്ഷി, നിലവിൽ സഖ്യകക്ഷിയല്ല, അവരുടെ ചർച്ചകളും മറ്റും പൂർത്തിയായിട്ടുണ്ട്. അവർ മത്സരിച്ച, അത് കാശ്മീർ മേഖലയിൽ മത്സരിച്ച അപ്നി പാർട്ടി, അതായത് ബുക്കാരിയുടെ അപ്നി പാർട്ടിയുണ്ട്. അപ്നി പാർട്ടിക്ക് 1 സീറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. BJPക്ക് 2, ഈ ബുക്കാരി പാർട്ടി 1. അങ്ങനെ ആണെങ്കിൽ NDA 3 എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി മറ്റു സംസ്ഥാനങ്ങളിൽ പോകാം. ഹിമാചൽ പ്രദേശ് 4-ൽ 4 BJP നേടും. ദില്ലിയിൽ 7-ൽ 7 BJP നേടുന്നു. പഞ്ചാബിൽ 2 തൊട്ട് 3 സീറ്റ് വരെ BJP നേടിയേക്കാം. ഉത്തർപ്രദേശിൽ ആണ് BJPക്ക് വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. 70 മുതൽ 73 സീറ്റിലേക്ക് വരെ BJP മാറിയേക്കാം. NDA സഖ്യം UPയിൽ 74 തൊട്ട് 77 സീറ്റുകളിലേക്ക് എത്തിയേക്കാം. ഝാർഖണ്ഡ് 11 to 12 BJP, മിനിമം 11, മാക്സിമം 12. ഉത്തരാഖണ്ഡിൽ ക്ലീൻ സ്വീപ്പാണ് 5-5 BJP. ഗുജറാത്തിൽ 26-ൽ 26 BJP. മധ്യപ്രദേശിൽ BJPക്ക് 28 മുതൽ 29 സീറ്റ് വരെ ലഭിക്കും. 29 സീറ്റാണ് അവിടെ ഉള്ളത്. ഒരു സീറ്റിൽ വലിയ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടന്നത്. അവിടെ 28 തൊട്ട് 29 സീറ്റ് വരെ BJPക്ക് ലഭിക്കാം. രാജസ്ഥാനിൽ 22 to 23. ഇവിടെ BJPക്ക് സീറ്റ് കുറയുമെന്ന് പറയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ വലിയ കുറവുണ്ടാകില്ല. 22 മുതൽ 23 സീറ്റ് വരെ BJP നേടും. ബീഹാറിലെത്തുമ്പോൾ അവിടെ ചെറിയ ഒരു നഷ്ടം BJPക്ക് സംഭവിക്കുന്നു. 17 സീറ്റിലാണ് BJP മത്സരിക്കുന്നത്. അവിടെ BJP 15 to 16 BJP തനിച്ച് നേടും. അവരുടെ സഖ്യകക്ഷി ഉൾപ്പെടെ JDU ഉണ്ട്, ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഉൾപ്പെടെ അവിടെ BJP നേടുന്ന സീറ്റുകൾ 37 to 38 സീറ്റുകൾ ബീഹാറിൽ നേടും. ഒഡീഷയിൽ വലിയ മാജിക്ക് തന്നെയാണ് BJPയെ കാത്തിരിക്കുന്നത്. 13 സീറ്റ് തൊട്ട് 16 സീറ്റ് വരെ BJP നേടും. കഴിഞ്ഞ തവണ 8 സീറ്റ് നേടിയ ഇടമാണ് ഒഡീഷ. ആന്ധ്രാപ്രദേശിൽ വരുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂട്ടുകെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സഖ്യം കൊണ്ട് ഗുണമുണ്ടാകുന്ന ഒരു പ്രധാന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അവിടെ തെലുങ്ക് ദേശവും ജനസേനയുമൊക്കെയായി ചേർന്ന് BJP മത്സരിച്ചു. BJPക്ക് അവിടെ ഇന്ന് വരെ ലോക്സഭയിൽ MPമാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിൽ 2 തൊട്ട് 3 സീറ്റ് വരെ BJPക്ക് ലഭിക്കും. അത് സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് സഖ്യം 14 തൊട്ട് 17 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് ഞങ്ങൾ നൽകുന്ന എക്സിറ്റ് പോൾ. തെലുങ്കാനയിൽ 7 മുതൽ 8 സീറ്റ് വരെ BJPക്ക് ലഭിക്കാം.
ഗോവയിൽ 1 സീറ്റ്, അരുണാചൽ പ്രദേശിൽ 2 സീറ്റുകളാണുള്ളത്. ആ രണ്ടും BJPക്കാണ്. ആസാമിൽ 11-12, കഴിഞ്ഞ തവണ 9 സീറ്റായിരുന്നു ആസാമിലുണ്ടായിരുന്നു. ത്രിപുരയിൽ 2 ലോക്സഭാ സീറ്റുകളേ ഉള്ളൂ, അത് രണ്ടും BJPക്കാണ്. മണിപ്പൂർ, സിക്കിം, മിസോറാം, നാഗാലാൻഡ്, മേഘാലയ തുടങ്ങിയ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനങ്ങളിൽ BJPയുടെ സഖ്യകക്ഷികളാണ് മത്സരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് എല്ലാം കൂടി 6 സീറ്റുകളാണുള്ളത്. അതിൽ 5 സീറ്റ് ഈ NDA സഖ്യം നേടും എന്നാണ് ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നു. തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോഴാണ് വലിയ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ BJP തനിച്ച് 2-3 സീറ്റ് വരെ നേടും. BJPയുടെ സഖ്യകക്ഷി പട്ടാണി മക്കൾ കക്ഷി ജയിക്കും എന്ന് തന്നെയാണ് ഒരു സർവേ ഫലം കാണിക്കുന്നത്. അതായത് NDA തമിഴ്നാട്ടിൽ 3 മുതൽ 4 സീറ്റ് വരെ നേടിയേക്കാം. BJP 2-3 വരെ നേടിയേക്കാം. അവരുടെ സഖ്യകക്ഷി 1 സീറ്റും. അങ്ങനെ 3-4 സീറ്റ് വരെ ഈ NDA കക്ഷിക്ക് നേടാൻ കഴിഞ്ഞേക്കും. ഇനി ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ BJP 9-10 സീറ്റ് വരെ. ഹരിയാനയിൽ അവിടെ BJPക്ക് നഷ്ടം സംഭവിക്കും, വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കുന്നതായി നമ്മൾ ശേഖരിച്ച ഡാറ്റയിൽ കാണുന്നില്ല. 8-9 സീറ്റ് വരെ BJPക്ക് ഹരിയാന ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 10-10 നേടിയ സംസ്ഥാനമാണ്. കർണാടകയിൽ വലിയ ഒരു തിരിച്ചടി BJPക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർണാടകയിൽ BJPക്ക് 22 സീറ്റും അവരുടെ സഖ്യകക്ഷി JDSന് 1 സീറ്റുമാണ് പ്രതീക്ഷിക്കുന്നത്. മാക്സിമം അവിടെ ഈ മുന്നണി NDA മുന്നണി കർണാടകത്തിൽ 23-25 എത്താം. ഇനി മഹാരാഷ്ട്രയിലേക്ക് എത്തുമ്പോൾ അവിടെ BJP 27 സീറ്റിലേക്കാണ് മത്സരിക്കുന്നത്. അവർ 24-25 സീറ്റ് വരെ നേടും. BJP അവിടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് പാർട്ടിയായി മാറുകയും ചെയ്യും. അവിടെ NDA അവരുടെ സഖ്യകക്ഷി, അതായത് ഈ ഷിൻഡെ പക്ഷമുള്ള ശിവസേന, ഒപ്പം തന്നെ NCPയുടെ അജിത് പവാർ ഉൾപ്പെടെയുള്ളവർ 38-40 സീറ്റ് വരെ അവിടെ നേടിയേക്കും. ബംഗാളിലാണ് BJP വലിയ കുതിപ്പ് നടത്തുന്ന ഒരു സംസ്ഥാനം. അവിടെ 22 മുതൽ 25 സീറ്റ് വരെ BJP നേടും. ഇനി യൂണിയൻ ടെറിട്ടറികളിലേക്ക് വരുമ്പോൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലഡാക്ക്, ദാദ്ര നഗർ ഹവേലി, പുതുച്ചേരി, ചണ്ഡീഗഡ് തുടങ്ങിയ ഇടങ്ങളിൽ 5 ഇടങ്ങളിൽ 4 BJPയും 1 BJPയുടെ സഖ്യകക്ഷിയും വിജയിക്കും. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ BJP സീറ്റ് നേടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഏതായാലും ഞങ്ങളുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് കേരളത്തിൽ BJP 1 മുതൽ 2 സീറ്റുകൾ വരെ നേടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ നമ്മളതിൻ്റെ ആ ഒരു സീറ്റ് നില പരിശോധിക്കുമ്പോൾ BJP തനിച്ച് 322 തൊട്ട് 336 സീറ്റ് വരെ ഞങ്ങൾ പ്രവചിക്കുന്നു. NDA 374 സീറ്റ് മുതൽ 397 സീറ്റ് വരെ ഞങ്ങൾ പ്രവചിക്കുന്നു. ഈ പ്രവചനത്തിൽ വേരിയേഷൻസ് ഉണ്ടാകാം, അത് വലിയ വേരിയേഷൻസിലേക്ക് പോകില്ല എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ഒരിക്കൽ കൂടി പറയാം, BJP തനിച്ച് 322-336, NDA 374-397 എന്നൊരു. ഏതായാലും ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരിക്കൽ കൂടി പറയുന്നു, നരേന്ദ്രമോദി ഇത്തവണ അധികാരത്തിലേറുന്നത് 400 സീറ്റുമായി തന്നെയാകും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഈ NDA കക്ഷികൾക്ക് സീറ്റ് അല്പം കുറവാണെങ്കിൽ മറ്റ് പാർട്ടികൾ പിന്തുണച്ച് രംഗത്ത് വരുന്നൊരു കാഴ്ചയും നമുക്കധികം വൈകാതെ കാണാൻ കഴിയും. ഏതായാലും ആ ഒരു പ്ലാൻ ബിയിലേക്ക് BJP ഈ കണക്ക് വെച്ചിട്ട് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ ഒരു കണക്കാണ് എങ്കിൽ അവർ 400 എന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. നിലവിൽ ഈ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു വോട്ട് ഷെയർ, BJPയുടെയും സഖ്യകക്ഷികളുടെയും വോട്ട് ഷെയർ ഇത്തവണ 50-51% കടക്കും. അങ്ങനെയാണെങ്കിൽ അത് ഒരു വലിയ മാർജിനിലേക്ക് BJP വിജയത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ്. കാരണം ഒരു സൈലന്റ് വേവ് നമ്മുടെ രാജ്യത്തെ അലയടിച്ചിരുന്നു. വോട്ടർമാരൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു സൈലന്റ് വേവ് നടന്നിരുന്നു എന്നുള്ളത് വളരെ നേരത്തെ തന്നെ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏതായാലും അതിൻ്റെ ഒരു പ്രതിഫലനം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട സർവേയിലുള്ളത്. ഏതായാലും ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു, BJP 322-336, NDA 374-397. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.